വാർത്തകൾ എഴുതുമ്പോൾ ഈ രാജ്യത്തെ കുറ്റവാളികൾക്കും അഴിമതിക്കാർക്കും വളക്കൂറാവരുതെന്നും അത്തരം വാർത്തകൾ കുറ്റം ചെയ്യുന്നവർക്ക് അനുകൂലമായി മാറാൻ പാടില്ല എന്ന കാഴ്ചപ്പാടോടെ വേണം വാർത്തകൾ ചെയ്യാനെന്നും ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പറഞ്ഞു. മാധ്യമ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയൻ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖലാ അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണവും അനുമോദന സദസ്സും ശനിയാഴ്ച രാവിലെ കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർ മനോജ് കുമാർ. മാധ്യമരംഗത്തെ കുതിച്ചുചാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് പല മാധ്യമങ്ങളും പുറന്തള്ളപ്പെടുകയും ആ മേഖലയിലെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടം കൂടിയാണ്. ദൃശ്യ മാധ്യമങ്ങളുടെയും അതേപോലെ തന്നെ ഓൺലൈൻ ചാനലുകളുടെയും രംഗപ്രവേശനം വന്നതോടുകൂടിയിട്ട് വാർത്തകൾ എത്രമാത്രം സ്പീഡായിട്ട് ജനങ്ങളിൽ എത്തിക്കാമെന്നുള്ള മത്സരം കൂടെ ആയതോടുകൂടിയിട്ട് കേൾക്കുന്ന വാർത്തകളുടെ സത്യസന്ധതകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ സമൂഹത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ പോലീസിന്റെ പ്രവർത്തനവും പത്രപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവുമെല്ലാം പരസ്പരം പൂരകങ്ങളായിരിക്കണമെന്നും അതിനുള്ള എല്ലാ സഹകരണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടാവുമെന്നും പത്രപ്രവർത്തകരുടെ കൈവശമുള്ള ഐഡന്റിറ്റി ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനും ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയുമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്കുള്ള ID കാർഡ് വിതരണവും VR നിരഞ്ജൻ, മുർഷിദ പർവീൻ എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണവും ഡിവൈഎസ്പി നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി അധ്യക്ഷനായി. CPIM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, BJP കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട്, KG സണ്ണി, പ്രേമദാസ് പിടാവന്നൂർ, ഹൈദർ ബാവ, ഇസ്മായിൽ പെരുമണ്ണൂർ എന്നിവർ സംസാരിച്ചു. നിരവധി മാധ്യമ പ്രവർത്തകർ പങ്കെടുത്തു. രക്ഷാധികാരി C മൂസ പെരിങ്ങോട് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി നന്ദിയും പറഞ്ഞു. മറ്റു കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നമ്മുടെ ഇവിടെ പത്രപ്രവർത്തകർ സമൂഹത്തിൻ്റെ വാക്കും നാവുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ മറ്റെല്ലാ ഏജൻസികളെ പോലെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിഭാഗമാണ് പത്രങ്ങളും പത്രപ്രവർത്തകരും. അത് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് പൊതുജന താല്പര്യത്തിന് അനുസൃതമായി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ഭരണകൂടമായാലും അല്ലെങ്കിൽ പൊതു സംരംഭങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങൾ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ പത്രപ്രവർത്തനം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും പത്രപ്രവർത്തകരാകാൻ സാധിക്കും, അല്ലെങ്കിൽ വാർത്തകൾ ഏത് രീതിയിൽ വേണമെങ്കിൽ ഒരു മൊബൈൽ ഫോണിലൂടെ കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ചാനലുകളുടെ എണ്ണം നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ അധികം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ന്യൂസുകൾ പോലും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ വളച്ചൊടിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്ന രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ യൂട്യൂബർമാരുടെയൊക്കെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ഒരു സംഘടന എന്ന രീതിയിൽ തന്നെ നമ്മുടെ ഏരിയയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ച് നമ്മൾ അതിൻ്റെ ഒരു ID കാർഡ് കൂടി നമുക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഔദ്യോഗികമായിട്ട് ഏത് രാഷ്ട്രീയ പ്രവർത്തകരുടെ പരിപാടിയായാലും മറ്റു ഏത് ഔദ്യോഗിക പരിപാടികളിലും ഈ ID കാർഡോട് കൂടി തന്നെ പങ്കെടുത്തുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതേപോലെ